ഗതാഗത മന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ തന്നെ ഗണേഷ് കുമാർ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ടവ തന്നെയായിരുന്നു. എന്നാൽ നിലവിൽ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനോട് പകരം ചോദിക്കും വിധത്തിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ നടപടികളെന്നാണ് പൊതുവെയുള്ള സംസാരം. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ KSRTCയിൽ നിയമിച്ച 7 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവരെ പിരിച്ചുവിട്ടത് നിയമ പോരാട്ടമായി മാറിയേക്കും. എങ്കിലും പുതിയ സംവിധാനം KSRTCയിൽ കൊണ്ടുവരുമെന്ന സന്ദേശമാണ് ഗണേഷ് കുമാർ നൽകുന്നത്. അനാവശ്യ താൽക്കാലിക കരാർ ജീവനക്കാരെ എല്ലാം മാറ്റാനും സാധ്യതയുണ്ട്. ആന്റണി രാജു നിയമിച്ചവരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. KSRTC ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഈ കരാർ വ്യവസ്ഥകളും മാനേജ്മെന്റ് പാലിച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകേണ്ടെന്ന് നിർദ്ദേശിച്ച് ഇമെയിൽ ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടെ മാനേജ്മെന്റ് പാലിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. KSRTCയിൽ മധ്യദിന മാനേജ്മെന്റ് ശക്തമാകണമെന്ന പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചിലരെ ആന്റണി രാജു മന്ത്രിയായപ്പോൾ നിയമിച്ചത്. HR വിഭാഗത്തിൽ കാര്യക്ഷമമായ ഉദ്യോഗസ്ഥരില്ലാത്തതിനെ പ്രൊഫസർ സുശീൽ ഖന്ന വിമർശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം നടപടികൾ തുടരവെയാണ് പെട്ടെന്നുള്ള ഒഴിവാക്കൽ. HR മാനേജർ ഷെജു, ഫിനാൻസ് ജനറൽ മാനേജർ ബീന ബീഗം, സിവിൽ വിഭാഗത്തിൽ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അക്കൗണ്ട് വിഭാഗത്തിൽ 3 ട്രെയിനി ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടതിൽ നീതികേടുണ്ടെന്ന വാദവും ശക്തമാണ്. KSRTCയിൽ ഗണേഷിന്റെ അടുത്ത നീക്കങ്ങളും എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. മന്ത്രി ഗണേഷുമായുള്ള ഭിന്നത കാരണം ഗതാഗത സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞതും ഗതാഗത കമ്മീഷണർ S ശ്രീജിത്തും മന്ത്രിയും ഓഫീസ് മുറിയിൽ പരസ്യമായി ഏറ്റുമുട്ടിയതും വിവാദമായിരുന്നു. ഇതിനിടയിലും താൻ മനസ്സിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് ഗണേഷ് നൽകുന്നത്. ആന്റണി രാജുവുമായി ബന്ധമുള്ള എല്ലാവരെയും താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റും. KSRTCയിലെ മാനേജ്മെന്റ് ഘടനയെ പരിഷ്കരിക്കാനും ഗണേഷിന് ആലോചനയുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ KSRTCയിൽ മികച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് നിയമിച്ചത്. KSRTCക്ക് ടിക്കറ്റ് ഇതര വാർഷിക വരുമാനത്തിൽ 300 കോടിയുടെ റെക്കോർഡ് നേട്ടമുണ്ടായിരുന്നു. KSRTC കൊമേഴ്ഷ്യൽ വിഭാഗമാണ് 3 വർഷം കൊണ്ട് വരുമാനം 5 ഇരട്ടിയാക്കിയത്. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 ജൂണിലാണ് CMD ബിജു പ്രഭാകറിന്റെ നേതൃത്വത്തിൽ കൊമേഴ്ഷ്യൽ വിഭാഗം രൂപീകരിച്ചത്.